ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി മോഡലിനെ കുറിച്ചിട്ടാണ്. പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ പ്രോട്ടോടൈപ്പിങ്ങിനെ കുറിച്ചും വാട്ടർഫോൾ മോഡലിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മോഡലാണ്. ദ വി മോഡൽ ഇൻക്ലൂഡ് ബോത്ത് വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഫീസ്. വേരിഫിക്കേഷനും അതുപോലെ തന്നെ വാലിഡേഷൻ ഫീസും ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെയാണ് വി മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് വാട്ടർ മോഡൽ വെയർ ടെസ്റ്റിംഗ് ഫേസ് ആർ പ്ലാൻഡ് പാരലലി ടു ദ ഡെവലപ്മെൻറ്റ് ഫേസ്. വി മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർഫോൾ മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യണ ആ ഒരു ഫേസിൽ തന്നെ നമ്മൾ ടെസ്റ്റിങ്ങും ചെയ്യും. ഫോർ എവറി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ദർ ഈസ് കറസ്പോണ്ടിങ് ടെസ്റ്റിംഗ് സ്റ്റേജ്. അതായത് ഓരോ തവണ നമ്മൾ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫേസിൽ തന്നെ ഉണ്ടാവും കറസ്പോണ്ടിങ് ആയിട്ട് ടെസ്റ്റിംഗ് ഫേസും. ദിസ് മോഡൽ ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഇറ്റ് ഫോക്കസ് നോട്ട് ഓൺലി ഓൺ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ബട്ട് ഓൾസോ ഇൻ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഏർലി ഇൻ ദ ലൈഫ് സൈക്കിൾ. വി മോഡലിൽ മെയിൻലി നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ മാത്രമല്ല, അതിന് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ടല്ലേ വന്നേന്ന് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യും വി മോഡലിൽ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓരോന്ന് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സക്സസിൻ്റെ ഒരു പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അതിൽ ഒരുപാട് എറേഴ്സും ബഗ്സും ഒന്നും ഉണ്ടാവില്ല. ഗുഡ് ക്വാളിറ്റി അഷുറൻസ്, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടാവണേ. പ്രൊഡക്റ്റീവ് ഈസ് മോർ റിലയബിൾ. പ്രൊഡക്റ്റ് കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കും. അടുത്തതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ. ദ ഇൻക്രിമെൻ്റൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഈസ് പോപ്പുലർ എവല്യൂഷണറി സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ യൂസ്ഡ് വൈഡ്ലി ഇൻ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് ഇൻക്രിമെൻറ്റ് മോഡൽ. ഇൻസ്റ്റെഡ് ഓഫ് ഡെലിവറിങ് ദ എൻറ്റയർ പ്രൊഡക്റ്റ് അറ്റ് വൺസ് ദ സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ഇൻ ഇൻക്രിമെൻ്റലി. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ എൻറ്റയർ ആ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ടെസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ എൻറ്റയർലി നമ്മൾ കൊടുക്കുകയല്ല, അതിന് പകരം നമ്മൾ ഓരോരോ പാർട്ടായിട്ട് തിരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻക്രിമെൻറ്റ് മോഡലിൽ പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യുന്നത്. ഈച്ച് ഇൻക്രിമെൻറ്റ്സ് ആഡ് ഫങ്ഷണാലിറ്റി ടു സിസ്റ്റം അണ്ടിൽ ദ ഫുൾ സിസ്റ്റം ഈസ് കംപ്ലീറ്റഡ്. ഫുൾ സിസ്റ്റം കംപ്ലീറ്റ് ആവണേക്ക് മുമ്പ് നമ്മൾ ഓരോ വാല്യൂസും ഇനി ഇൻക്രിമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ആഡ് ചെയ്യുന്ന ഒരു മീനിങ് ആണല്ലോ ഇൻക്രിമെൻ്റ്. അപ്പോൾ ഓരോ വാല്യൂസ് ആഡ് ചെയ്തായിരിക്കും ആ ഒരു ഫുൾ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആക്കുന്നത്. റിക്വയർമെൻറ്റ്സ് ആർ പ്രയോറിറ്റൈസ്ഡ് ആൻഡ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്. ഈച്ച് ഗ്രൂപ്പ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ വൺ ഇൻക്രിമെൻറ്റ്. അതായത് നമുക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പ്സ് ആക്കും. എന്നിട്ട് ആ ഗ്രൂപ്പ്സിനെ ആയിരിക്കും ഓരോരോ ഇൻക്രിമെൻ്റ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിനൊരു സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ഗ്യാദർ ആൻഡ് പ്രയോറിറ്റൈസ് റിക്വയർമെൻറ്റ്. അതായത് നമുക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ആദ്യം ഗ്യാദർ ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി എന്നും പറഞ്ഞിട്ട് ആ റിക്വയർമെൻറ്റ്സിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ബിൽഡ് ആൻഡ് ഡെലിവറി ഇൻക്രിമെൻ്റിൽ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എയിലെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അടുത്ത ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ബിയിലെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. അടുത്ത് തന്നെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൊക്കെ ഒരുപാട് തവണ എസ്സി ആയിട്ട് ചോദിച്ചേക്കണ ഒരു ടോപ്പിക്കാണ് മെയിൻലി പ്രിഡിക്റ്റീവ് വേഴ്സസ് അഡാപ്റ്റീവ്. പ്രിഡിക്റ്റീവ് മോഡൽ പ്ലാൻ ഡ്രിവൻ മോഡലാണ്. അതായത് പ്രിഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രോ പോലെ ഞാൻ പറയുവാണെങ്കിൽ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇടയ്ക്ക് നിന്ന് റിക്വയർമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. വൺസ് നമ്മൾ ആ റിക്വയർമെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസറിനെ പിന്നെ നമ്മളൊരു ഫേസിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. പിന്നെ അവർ ആ ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും കാണുന്നത്. പക്ഷെ അഡാപ്റ്റീവിലേക്ക് വരുമ്പോൾ ആ ഒരു നെയിം പോലെ തന്നെ അതിന് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് ആ ചേഞ്ചസ് ഇൻവോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഒരു കീ ഡിഫറൻസ്
പ്രിഡിക്റ്റീവ് വേഴ്സസ് അഡാപ്റ്റീവ് തന്നെ. അപ്പോൾ ഫസ്റ്റ് വൺ പ്രിഡിക്റ്റീവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്ലാൻ ഡ്രിവൻ മോഡലാണ് മെയിൻലി പ്രിഡിക്റ്റീവ്. ഫോളോ എ പ്രീ ഡിഫൈൻഡ് പ്ലാൻ. ഓൾ ഫേസസ് ആർ പ്ലാൻഡ് ബിഫോർ ഡെവലപ്മെൻറ്റ് ബിഗിൻ. ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാ ഫേസസിലേക്കുള്ള പ്ലാൻസ് ഒക്കെ റെഡി ആക്കിയിട്ടായിരിക്കും പ്രിഡിക്റ്റീവ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് ബെസ്റ്റ് വെൻ റിക്വയർമെൻറ്റ്സ് ആർ ക്ലിയർ ആൻഡ് സ്റ്റേബിൾ. അതായത് നമ്മൾ ആദ്യമായിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ക്ലിയറും സ്റ്റേബിളും ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രിഡിക്റ്റീവ് മോഡലിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോക്കസ് ഓൺ ഡോക്യുമെൻറ്റേഷൻ, പ്ലാനിങ് ആൻഡ് പ്രോസസ് കൺട്രോൾ. അതായത് ഡോക്യുമെൻറ്റേഷനും പ്ലാനിങ്ങിനും പ്രോസസ് കൺട്രോളിനൊക്കെ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മെയിൻലി പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർഫോൾ മോഡൽ, വി മോഡൽ, സ്പൈറൽ മോഡലൊക്കെ ഈ ഒരു പ്രെഡിക്റ്റീവ് മോഡലാണ്. കാരണം അതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു മോഡൽസ് എല്ലാം വേണ്ടിയിട്ട് പോകണം. അടുത്ത അഡാപ്റ്റീവ് മോഡലിലേക്ക് വരുമ്പോൾ ചേഞ്ച് ഡ്രിവൻ മോഡലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡെവലപ്മെൻറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റ്സ് ടു ചേഞ്ചിങ് റിക്വയർമെൻറ്റ്. നമ്മുടെ റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്താലും അത് അഡാപ്റ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഫോളോ ആൻ ഐറ്ററേറ്റഡ് ആൻഡ് ഇൻക്രിമെൻ്റൽ അപ്രോച്ച്. അതായത് നമുക്ക് ഓരോരോ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോക്കസ് ഓൺ വർക്കിംഗ് സോഫ്റ്റ്വെയർ റാദർ ദാൻ ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷനെക്കാട്ടിലും നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വർക്കിങ്ങിനായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യണത്. ഇൻവോൾവിങ് കണ്ടിന്യൂസ് കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് കൊളാബറേഷൻ. കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കൊളാബറേഷനും ഒക്കെ എടുത്തിട്ടായിരിക്കും ഈ അഡാപ്റ്റീവ് മോഡലിൻ്റെ ഓരോരോ ഇൻവോൾവ്മെൻറ്റ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അജൈൽ, സ്ക്രം, എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ഒക്കെയാണ് അഡാപ്റ്റീവ് മോഡലിൻ്റെ എക്സാമ്പിൾ. ഈ അജൈൽ മോഡലും സ്ക്രമ്മും ഒക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മെയിൻ ടോപ്പിക്കാണ്. നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസൊക്കെ നമുക്ക് അതായിട്ട് ഡിസ്കസ് ചെയ്യാൻ. അതും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അജൈൽ മോഡലും സ്ക്രമ്മും ഒക്കെ. കീ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്രിഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ മെയിൻലി തന്നെ ആദ്യം എല്ലാം പ്ലാൻ ചെയ്യും, അത് കഴിഞ്ഞിട്ടായിരിക്കും ബിൽഡ് ചെയ്യേണ്ടത്. പക്ഷേ അഡാപ്റ്റീവിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം അത് ബിൽഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ ബിൽഡ് ചെയ്ത കാര്യത്തിൽ നമ്മൾ ലേൺ ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്യും. അതാണ് കീ ഡിഫറൻ്റ് ആയിട്ട് പ്രിഡിക്റ്റീവിലും അഡാപ്റ്റീവിലും പറയുന്നത്. നമുക്ക് പ്രിഡിക്റ്റീവിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ഫൈൻഡിങ് ആൻഡ് ഫിക്സിങ് സോഫ്റ്റ്വെയർ ബഗ്സ് ഓർ ഡിസൈൻ ഇഷ്യൂ ബിഫോർ ദേ ബിക്കം എ മേജർ പ്രോബ്ലം. അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും വരാണ്ട് നല്ല രീതിക്ക് ഓരോരോ ഫേസും ചെയ്ത് അങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ബഗ്സിനെയൊക്കെ മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടി പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടീം പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് നമ്മളിപ്പോൾ ഓരോരോ ഫേസായിട്ട് ഈ പ്രെഡിക്റ്റീവ് ചെയ്യണോണ്ട് തന്നെ നമ്മുടെ ടീമിൻ്റെ ബിഹേവിയർ അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ടൈമൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതൊരു പെർട്ടിക്കുലർ ഫേസിലാണ് നമുക്ക് ടീം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിസോഴ്സ് അലോക്കേഷൻ ഹെൽപ്സ് എസ്റ്റിമേറ്റ് ഹൗ മച്ച് ടൈം ആൻഡ് റിസോഴ്സ് ആർ നീഡഡ് ഫോർ ദി പ്രൊജക്റ്റ്. അതായത് നമ്മൾ ഈ കംപ്ലീറ്റ് സാധനം പ്ലാൻ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം ടൈം വേണം, എന്തോരം എഫേർട്ട് വേണം, അതുപോലെ തന്നെ മാൻ പവർ, ടൂൾസ്, ഇതൊക്കെ എന്തോരം എപ്പോഴൊക്കെ വേണമെന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ വരുന്ന ഈ പ്രൊജക്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി വരുന്ന ഒരു ഇഷ്യൂ ആണ് റിസ്ക് മണി. Risk money is the process of identifying potential bottleneck that might happen during the software development process. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഒരു മേജറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ റിസ്ക് മണി. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദീസ് റിസ്ക്, ടീം ഡെവലപ്പ് സ്ട്രാറ്റജീസ് ടു അവോയ്ഡ് റെഡ്യൂസ് ദിസ് ഇമ്പാക്റ്റ് ഓഫ് ദോസ് റിസ്ക്. അതായത് നമ്മൾ ഈ ടീമിൽ ഓരോരോ സ്ട്രാറ്റജീസ് കൊണ്ടുവരും. അതായത് ഇങ്ങനത്തെ റിസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ, അതായത് ഈ മണി റിസ്കിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദീസ് ഹെൽപ്പ് ദ ടീം ടു സ്റ്റേ വിത്തിൻ എ ബഡ്ജറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഫൈനാൻഷ്യൽ ലോസ് ഇഫ് തിങ്സ് ഡോണ്ട് ഗോ ആസ് പ്ലാൻഡ്. അതായത് നമുക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോണ ബഡ്ജറ്റിനെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസിനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് മെയിൻലി റിസ്ക് മണിയിൽ പറയുന്നത്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് മോഡലിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് യൂസ് വാട്ടർഫോൾ മെത്തഡോളജി. അതായത് വാട്ടർഫോൾ മെത്തഡോളജി എന്താ, നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഓരോരോ പ്രോസസ്സും ഡെവലപ്പ് ചെയ്യുന്നത്.
ഫോളോ എ ട്രഡീഷണൽ അപ്രോച്ച് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്, അതായത് ഓരോരോ ഫേസ് കഴിഞ്ഞിട്ടായിരിക്കും വന്നെ. വാട്ടർഫോൾ മോഡലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിലായിരിക്കും ടെസ്റ്റിംഗ് വന്നെ, ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പതുക്കെ. ക്യാൻ ബി ഡൺ ബൈ ഇൻഡിവിജ്വൽ ഓർ ടീം. പ്രെഡിക്റ്റീവ് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആൾക്കോ അല്ലെങ്കിൽ ഒരു ടീമിനോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബഗ്സ് കാൺ ബി ഫിക്സ്ഡ് ഈസിലി വൺസ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബഗ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. ടെസ്റ്റിംഗ് ഹാപ്പൻ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. ഞാൻ പ്രീവിയസ്ലി പറഞ്ഞല്ലോ, ഏറ്റവും എൻഡിലായിരിക്കും ടെസ്റ്റിംഗ് വന്നത്. കസ്റ്റമേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഒൺലി അറ്റ് ദ സ്റ്റാർട്ടിങ് ഡ്യൂറിങ് ദ റിക്വയർമെൻറ്റ് ഗ്യാദർ. അതായത് റിക്വയർമെൻറ്റ് തരാൻ അവർ വരുമ്പോൾ മാത്രമായിരിക്കും കസ്റ്റമർ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ആവുള്ളൂ. പിന്നെ അവർ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫേസിലായിരിക്കും അവർ ഈ ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നത്. ഓൾ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ആർ ഇൻക്ലൂഡിങ് അപ് ഫ്രണ്ട്. അതായത് പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ തുടക്കത്തിലേ കൊടുക്കും. ബെസ്റ്റ് യൂസ്ഡ് വെൻ റിക്വയർമെൻറ്റ്സ് ആർ ക്ലിയർ ഫ്രം ബിഗിനിങ്. അതായത് തുടക്കത്തിൽ തന്നെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിലായിരിക്കും പ്രിഡിക്റ്റീവ് മോഡൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. കീ ഫീച്ചറായിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അഡാപ്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്സ്. അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിക്വയർമെൻറ്റ്സ് എടുക്കാം. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നെങ്കിൽ അതൊക്കെ കൊടുക്കാം. അക്സെപ്റ്റ് ചേഞ്ച് റിക്വയർമെൻറ്റ് അറ്റ് എനി ടൈം. ഏത് ടൈമിനുള്ളിൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒക്കെ പറ്റും. കാരണം ഡെവലപ്പേഴ്സായിട്ട് നമുക്ക് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡസ് നോട്ട് ഫോളോ എ ഫിക്സഡ് പ്ലാൻ, ഇറ്റ് അഡാപ്റ്റ് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ നീഡ് ആൻഡ് പ്രൊജക്റ്റ് ചേഞ്ച്. അതായത് അഡാപ്റ്റീവിൽ മെയിൻലി നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നോക്കി അത് അനുസരിച്ചിട്ടായിരിക്കും മെയിൻലി കൊണ്ടുവരുന്നത്. അജൈൽ ഡെവലപ്മെൻറ്റ് മോഡലാണ് നമ്മുടെ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ അഡാപ്റ്റീവ് പ്ലാനിങ്, റെസ്പോണ്ടിങ് ടു ചേഞ്ച്, അവോയ്ഡ് റിജിഡ് ആൻഡ് ഫിക്സഡ് പ്രോസസ്, മേക്ക് അപ്ഡേറ്റ് ആസ് നീഡഡ് ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ്. എന്ത് അപ്ഡേറ്റ് ആ പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് നമുക്ക് വേണോ അപ്പോഴൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താനും പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. കസ്റ്റമർ കൊളാബറേഷൻ, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സ് കൊളാബറേഷനും അതിലൂടെ നമുക്ക് ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഓരോ ഫേസിലും ഇൻവോൾവ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും എൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ കമ്പയർ ടു പ്രിഡിക്റ്റീവ് പറയുവാണെങ്കിൽ റിക്വയർമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം അവർ ഡെവലപ്മെൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഫേസിൽ ഒരു സോഫ്റ്റ്വെയർ കാണുമ്പോഴായിരിക്കും യൂസറിനൊരു ഐഡിയ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയാണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണേ എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഇതാണ് കീ ഡിഫറൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.